ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സിലബസിൽ ഉൾപ്പെടുത്തി പഠിക്കുന്ന ഒരു ഏരിയയാണ് ഏത്? SCERT പുസ്തകം. അപ്പോൾ ഇന്ന് പഠിക്കുന്നതും SCERT പുസ്തകം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് ഉള്ളൊരു ചെറിയ ടോപ്പിക്, അതാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ, അതായത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ 3ാമത്തെ ചാപ്റ്റർ ഉണ്ട്, ജലത്തെ ബേസ് ചെയ്തിട്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പക്ഷേ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് സിലബസിൽ വരുന്നത്. പക്ഷെ അതിപ്പോൾ പ്രിലിമിനറി സിലബസിൽ ആക്ച്വലി ഇല്ല, മെയിൻസിൻ്റെ സിലബസിലാണ്. പിന്നെ 5ലെ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളേലും ഒന്ന് നോക്കിയേക്കൂ. കാരണം നിങ്ങളുടെ സിലബസിനകത്ത് ഇപ്പോൾ അത്ര ഇല്ലെങ്കിൽ പോലും SCERT പുസ്തകം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടാം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പറഞ്ഞു പോകാം. വളരെ കുറച്ച് കാര്യങ്ങളെ അതിനകത്ത് പഠിക്കേണ്ടതുള്ളൂ. പിന്നെ അതുപോലെ അതാ നമ്മുടെ ബുക്കുകളൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ തുടങ്ങുവാണ്. തിങ്കളാഴ്ച തൊട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങും കേട്ടോ. അപ്പം ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ പുസ്തകമാണ്. കുറേ പേര്, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ മൊത്തം ഏതാണ്ട് 1200 ബുക്കെങ്ങാണ്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം തിങ്കളാഴ്ച മുതൽ നമ്മളിത് അയച്ചു തുടങ്ങും കേട്ടോ. അപ്പം നിങ്ങൾക്ക് നോർമലി ഒരു 5 ദിവസമാണ് നമ്മൾ പറയുന്നത്, 5 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം നോർമൽ പോസ്റ്റിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ് പുസ്തകം വരുന്നത്. അപ്പോൾ അത് 5 ദിവസമാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഇതിപ്പം വിജയലക്ഷ്മി M, നമ്മുടെ സ്ഥിരം വ്യൂവറാണ്. അപ്പം വിജയലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ബുക്കാട്ടോ കേട്ടോ. വിജയലക്ഷ്മിയുടെ ബുക്കാണ് ഇത്. അപ്പം ഇതേപോലെ നമ്മളിപ്പോൾ 1200ഓളം ബുക്ക് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു. തിങ്കളാഴ്ച തൊട്ട് അയച്ചു തുടങ്ങുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വ്യാഴം വെള്ളിയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാവും അല്ലേ? വ്യാഴം വെള്ളിയോട് കൂടിയൊക്കെ നിങ്ങൾക്ക് ബുക്ക് കിട്ടുമായിരിക്കും. അതായത് ശനിയാഴ്ചയൊക്കെ എന്താണെങ്കിലും ബുക്ക് കയ്യിൽ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, എന്താ പറയുക, നമ്മൾ ഈ ഡിസംബർ 31-നുള്ളിൽ ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും മാത്രമേ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സും ബുക്ക് ബേസ്ഡ് ക്ലാസ്സും ഫ്രീ ആയിട്ട് തരുള്ളൂ കേട്ടോ. അതിനുശേഷം നിങ്ങൾ ജനുവരി 1-ന് ബുക്ക് പർച്ചേസ് ചെയ്തിട്ട് മിസ് അന്ന് പറഞ്ഞല്ലോ ക്ലാസ് തന്നില്ലേ എന്ന് ചോദിച്ചാൽ ക്ലാസ് ഇല്ല. ഡിസംബർ 31-നുള്ളിൽ വാങ്ങുന്ന എല്ലാവർക്കും. അപ്പോൾ ചിലർക്കും പ്രിലിംസ് കഴിഞ്ഞ് വാങ്ങാമെന്ന്. എന്തായാലും ബുക്ക് ചീഞ്ഞു പോകുന്ന സാധനമല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബുദ്ധിയുള്ളവരൊക്കെ വാങ്ങും. കാരണം 280 രൂപയെ ആകെ ആവുന്നുള്ളൂ. എവിടെ കിട്ടും ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 280 രൂപയ്ക്ക്? എവിടെ കിട്ടും ഒരു ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ് ഫ്രീ ആയിട്ട്? അപ്പം ആ ഒരു ഓഫർ ഈ ഡിസംബർ 31 വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവൈലബിൾ അല്ല. അപ്പോൾ ബുദ്ധിയുള്ളവരൊക്കെ ആദ്യം ബുക്ക് വാങ്ങിയെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിവേ, നമുക്ക് ഏതായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ബുക്ക് വേണമെന്നുള്ളവർ 8086137962 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബുക്ക് വാങ്ങേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്, ഡിസംബർ 31-നകം ബുക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ അത് നിങ്ങൾ ഡിസംബർ 31 ആവാൻ നിന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം ചിലപ്പോൾ വെക്കേഷൻ ടൈമാണ് വരുന്നത്. വെക്കേഷൻ വരുന്ന സമയം വരുമ്പോൾ ചിലപ്പോൾ ഞാനും എൻ്റെ കുട്ടിയും ഞങ്ങളൊക്കെ ഫ്രീ ആവുന്നതനുസരിച്ച് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിന്നിരിക്കും. അപ്പോൾ യാത്ര പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ സ്റ്റാഫിന് ലീവ് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് അറിയണമെന്നില്ല. അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങുക. 280 റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കൊച്ചു പിള്ളേർ വരെ പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ അതത്ര വലിയൊരു എമൗണ്ട് ഒന്നും അല്ല എന്താണെങ്കിലും. അപ്പോൾ വേണ്ടവർ ഉടനെ തന്നെ ബുക്കിന് വേണ്ടിയിട്ട് എൻക്വയറി നടത്തുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ഒന്നും ഫ്രീ കിട്ടില്ല. നിങ്ങൾ ഒരു സിമ്പിളായിട്ടെന്ന് വിചാരിച്ചത്, നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര രൂപ ഫീസ് കൊടുത്താൽ പഠിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്നും അറിയത്തില്ലാത്തവരെ പോലും നമ്മൾ പഠിപ്പിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ വേണ്ടവർ ഇന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിലെ SCERT സയൻസ് പുസ്തകമാണ്. ജനറൽ സയൻസ് ആണ്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ജലം നിത്യജീവിതത്തിൽ എന്നുള്ളതാണ്. അതായത് നിത്യജീവിതത്തിൽ നമ്മൾ ജലം എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ അല്ലേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ടോയ്ലറ്റിൽ പോകുന്നു. പിന്നെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ എന്ത് വേണം? ജലം വേണം. ഇനി ആഹാരം പാകം ചെയ്യാനും നമുക്ക് ഡ്രിങ്കിങ് വാട്ടറായിട്ടും എല്ലാം നമ്മൾ അല്ലേ, രാവിലെ എണീറ്റാൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നിത്യജീവിതത്തിൽ അപ്പോഴായിട്ട് ജലം യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ജലം നിത്യജീവിതത്തിൽ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: പുഴവെള്ളവും അത് ശുദ്ധജലവും തമ്മിലുള്ള ചെറിയ വ്യത്യാസം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. കൊച്ചു പിള്ളേർ ഇതിൻ്റെയൊക്കെ എന്താണ് വ്യത്യാസം എന്ന് അവരെ മനസ്സിലാക്കി പഠിപ്പിക്കാനുള്ളൊരു ഉദ്യമമാണല്ലോ 5ാം ക്ലാസ്സിലെ പുസ്തകം.
അപ്പം ഇവിടെ പറയുന്ന ഇതാണ്, എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. ജലത്തിൽ പിന്നെ പറയുന്നത് സോഡ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത്, സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോഡ കുപ്പി നമ്മൾ പൊട്ടിക്കുന്നത്, സോഡ കുപ്പിയുടെ അടപ്പ് നമ്മൾ സോഡ കുപ്പി പൊട്ടിക്കില്ല, സോഡ കുപ്പിയുടെ അടപ്പ് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ 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 സോഡ ഇങ്ങനെ നമ്മുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ കുമിളകളായിട്ട് വന്ന് ഇങ്ങനെ തെറിക്കുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പം അതിന് കാരണം പറയുന്നതെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ കുമിളകൾ ഈ സോഡ കുപ്പി പൊട്ടിക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മളോടൊക്കെ ചോദിക്കാം, സോഡ അപ്പോൾ അതായത് ഒരു 10th ലെവൽ പ്രിലിമിനറി അല്ലേ എഴുതുന്നത്, അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് നമുക്ക് ഉള്ളതാണ് ലീനം എന്താണെന്ന് അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ എന്തുണ്ട്, ലായകം ഉണ്ട്, പിന്നെയുള്ളതാണ് എന്താ, ലായനി ഉണ്ട്. ലീനം, ലായകം, ലായനി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം നാരങ്ങ വെള്ളമൊക്കെ വീട്ടിലുണ്ടാക്കും അല്ലേ. നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മധുരം ഇട്ടുണ്ടാക്കും, ഉപ്പിട്ടുണ്ടാക്കും, ഉപ്പും മധുരവും കൂടി ചേർത്തുണ്ടാക്കും. അവനവൻ്റെ ഇഷ്ടം പോലെയൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് അതിന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കലക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, അത് പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര ലായനി ലഭിക്കും. അപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കലക്കുന്ന എന്തിലേക്കാണ്, വെള്ളവുമായിട്ടാണ് യോജിച്ച് ഇളക്കുന്നത്. അങ്ങനെ പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ വെള്ളവും കൂടി, പഞ്ചസാര നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റാണ് ഏതെന്ന് പറയുന്നത്, പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര ലായനി എന്ന് പറയാം. അപ്പം നമുക്ക് ഈ വെള്ളത്തെ നമ്മൾ പറയുന്നത് ലയിപ്പിക്കാൻ സഹായിക്കുന്നത് എന്താണോ അത് ലായകമാണ്. പഞ്ചസാര എന്ന് പറയുന്ന വസ്തുവിനെ ലയിപ്പിക്കുന്നതാണ് എന്ത്, ലായകമായിട്ടുള്ള വെള്ളം. അപ്പോൾ വെള്ളത്തെ നമുക്ക് എന്ത് വിളിക്കാം, ലായകം എന്ന് പറയാനായിട്ട് സാധിക്കും. ലയിപ്പിക്കാൻ കഴിവുള്ള വസ്തുവാണ് ലായകം. ഇനി ഈ ലായകത്തിലേക്ക് ലയിച്ച് ചേരുന്ന പദാർത്ഥത്തെ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ നമുക്ക് ലീനം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ലീനവും ലായകവും കൂടി ചേരുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലായനി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ജലത്തിന് നമ്മൾ പറയുന്ന ലയിച്ച് ചേരുന്ന വസ്തു, ഇവിടെ പഞ്ചസാരയാണ് ലയിച്ച് ചേരുന്നത്. ലയിച്ച് ചേരുന്ന വസ്തുവിനെ നമ്മൾ എന്ത് വിളിക്കും, ലീനം എന്ന് പറയും. എന്തിലേക്കാണോ ലയിച്ച് ചേരുന്നത് അതിനെ നമുക്ക് ലായകം എന്ന് പറയാൻ സാധിക്കും. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് എന്ത്, ലായനി എന്ന് പറയുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. അപ്പം ഞാനതിന് ഉദാഹരണമാണ് പഞ്ചസാര ലായനി പറഞ്ഞത്. പഞ്ചസാര ലീനമാണ്, ജലം അല്ലെങ്കിൽ വെള്ളം ലായകമാണ്, പഞ്ചസാര ലായനി ലായനിയാണ്. ഇനി നമ്മൾ ഉപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ എന്താണ്, ഉപ്പ് ലീനം, വെള്ളം ലായകം, ഉപ്പ് വെള്ളം കിട്ടിയ എന്താണ്, ലായനിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. ഇനി നമ്മുടെ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ പഞ്ചസാരയെ ജലം ലയിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജലം ലയിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇച്ചിരി മഷിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അത് ലയിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പക്കാരം വെള്ളത്തിലിട്ടല്ലേ കഴിയുമ്പോഴത്തേക്കും അത് ലയിപ്പിക്കുന്നുണ്ട്. നമ്മൾ തുണി കഴുകുമ്പോഴത്തേക്കും സോപ്പ് പൊടി ഇട്ടിളക്കും അല്ലേ, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ലയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, വെള്ളത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തെ അല്ലെങ്കിൽ ജലത്തെ വിളിക്കുന്നതാണെന്താ, സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും അല്ലേ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, താഴെ തന്നിരിക്കുന്നവയിൽ സാർവിക ലായകം ഏത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. താഴെ തന്നിരിക്കുന്നതിൽ സാർവിക ലായകം ഏത്? ഏതാ സ്റ്റാൻഡേർഡ്? 5ാം ക്ലാസ്. പക്ഷേ PSC പ്രിലിമിനറി എക്സാമിനേഷൻ ആണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടതാണ്. അപ്പോൾ സാർവിക ലായകം എന്ന് പറയുന്നത് വെള്ളമാണ്. കാരണം വെള്ളത്തിന് പല വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഗുണത്തെ കാരണം എന്ത് വിളിക്കുന്നു, യൂണിവേഴ്സൽ സോൾവെൻ്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്നാണ് വെള്ളത്തെ വിളിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന് ബാഷ്പീകരണ സ്വഭാവമുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ. ബാഷ്പീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന്
വെള്ളം ഇങ്ങനെ കിടക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രാവകമായിക്കൊള്ളട്ടെ. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? ബാഷ്പീകരണം എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നതിനെ വിളിക്കുന്നതാണ് ബാഷ്പീകരണം. വേണമെങ്കിൽ ഇങ്ങനെ തന്നിട്ട് ഒരു ദ്രാവകത്തിൻ്റെ ചെറുകണികകൾ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നതിനെ എന്തു പറയുന്നു എന്നൊക്കെ ചോദിക്കാം. എന്താ പറയുന്നത്? ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കേസ് ബാഷ്പീകരണം പറയുമ്പോൾ ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? ചൂട് കൂടുമ്പോൾ ബാഷ്പീകരണ തോത് കൂടും. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നു അല്ലേ? കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ചായയോ കോഫി എന്തെങ്കിലും ആവട്ടെ, നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് കൊണ്ട് വയ്ക്കുന്നു. അപ്പം നമുക്കറിയാം, തീ ഇങ്ങനെ കൊടുത്തതനുസരിച്ച് തിളയ്ക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ചുറ്റുപാടുകളിലേക്ക് ചെറിയ കണികകൾ വ്യാപിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട്. തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബാഷ്പീകരണത്തിൻ്റെ തോതും കൂടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, ബാഷ്പീകരണ തോത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? ചൂട് കൂടുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോതും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ബാഷ്പീകരണം എന്ന് പറയുന്നത് എല്ലാ താപനിലയിലും സംഭവിക്കുന്ന ഒന്നാണെന്ത്? ബാഷ്പീകരണം എന്ന് പറയുന്നത്. അതുപോലെ ജലത്തിൻ്റെ അവസ്ഥകളായിട്ടുള്ള ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ കാണപ്പെടുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് അല്ലെങ്കിൽ ഏകപദാർത്ഥമാണ് എന്ന് പറയുന്ന ജലം. വേണമെങ്കിൽ ചോദിക്കാം, ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ജലമാണ്. ഓക്കെ. അതുപോലെ ജലത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് പറയുന്നതാണ് വിതാനം. വിതാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മളുടെ എല്ലാം വീടിന് എങ്ങാനും അടുത്ത വല്ല വയലുകളോ പുഴയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വേനൽക്കാലം ആകുമ്പോൾ, അതായത് ഭയങ്കര ചൂട് കൂടുമ്പോൾ, നല്ല സമ്മർ സീസണിൽ എന്ത് പറ്റും? ഈ പുഴയിലെയും വയലിലെയും ഈ തോടുകളിലെയും ഒക്കെ വെള്ളം പറ്റും അല്ലേ? വെള്ളം വറ്റിപ്പോവും. ഞങ്ങളുടെ അവിടെ പറ്റും എന്നാണ് പറയുന്നത്, ചിലയിടത്ത് വറ്റും എന്നായിരിക്കും. എനിവേ, എങ്ങനെയും വെള്ളം വറ്റിപ്പോകുമെന്ന് വിചാരിക്കാം. അങ്ങനെ വെള്ളം വറ്റിപ്പോയി കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? നമ്മുടെ കിണറിലെ വെള്ളത്തിൻ്റെ തോത് താഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കഴിവിനെ വിളിക്കുന്നതാണ് വിതാനം. ഇപ്പം ജലത്തിൻ്റെ സവിശേഷതയിൽ പറയാവുന്ന 1-2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ബാഷ്പീകരണം കണ്ടു. സാർവിക ലായകമാണ് എന്തെന്ന് പറയുന്നത്? വെള്ളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാഷ്പീകരണം, വിതാനം, ദെൻ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ഇത് ജലം. അപ്പം ഇത്രയും കാര്യങ്ങളെ ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ഞാൻ പറഞ്ഞില്ലേ, മുൻവർഷ ക്വസ്റ്റ്യൻ കണ്ടതാണ് സാർവിക ലായകത്തിന് ഉദാഹരണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ്യൂസ് യൂട്യൂബ്സിൻ്റെ ആപ്പിനകത്ത് നമ്മൾ ഫ്രീ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഈ പുസ്തകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം എടുത്തിട്ട് ഈ ഒരു ചാപ്റ്റർ ചുമ്മാതൊന്ന് വായിക്കുക. വായിച്ചിട്ട് അതിനകത്ത് സാർവിക ലായകം നോട്ട് ചെയ്യുക. ലീനം, ലായകം, ലായനി എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇത് കംപ്ലീറ്റ് ആവും. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷേ വെറുതെ തള്ളിക്കളയണ്ടല്ലോ എന്ന് ഓർത്ത് ചെയ്തതാണ്. ഇനി 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നില്ല. പഠിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ബോട്ടണിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, സസ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് തന്നിരിക്കുന്ന നാച്ചുറൽ സയൻസിൻ്റെ ഭാഗത്തിൽ അങ്ങനെ ഒരു ഏരിയ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കിവിടെ പഠിക്കേണ്ട. 5ാം ക്ലാസ്സിലെ പുസ്തകം ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ സയൻസ് എടുക്കുമ്പോൾ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അത്രയും മാത്രം പഠിച്ചു വയ്ക്കുക, 4 വിടുക. അപ്പം നമുക്ക് ഇനി SCRTയുടെ ക്ലാസ്സിൽ നമ്മൾ വേറൊരു ടെക്സ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഇതിവിടെ തീർന്നു, വേറെ ടെക്സ്റ്റുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.